അദ്ദേഹമാണ് തോമസ് സഭയിലെ ഏത് തിരുമേനിമാർക്കും ഉപദേശങ്ങൾ കൊടുക്കത്തക്ക നിലയിൽ ദൈവം പ്രാർത്ഥന അതിനകത്ത് മകൻ ആദ്യമൊക്കെ മദ്യപാനത്തിലായിരുന്നെങ്കിലും കർത്താവ് വീണ്ടെടുത്ത് പ്രാർത്ഥനയുടെ ഫലമാണ് പ്രൈസ് സ്തോത്രം ദൈവസഭയുടെ വരമാനക്കാരനായിട്ടൊക്കെ നിൽപ്പാൻ തക്കവണ്ണം ഇടയായി. അവരുടെ തലമുറകളെ ആരും സ്തോത്രം പ്രൈസ് പഴിക്കുവാനും തകർത്ത് കളയാനും ഇടയായിട്ടില്ല. എൻ്റെ ദൈവം തലമുറയായ ദൈവമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാവേ പിതാവേ നീ മുട്ടിന്മേൽ നിന്ന് കരയുന്നുവെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ തലമുറയായി നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ കൊച്ചുമക്കളും ഒരിക്കൽ സാക്ഷി പറയും തലമുറയായി എൻ്റെ ദൈവം. തലമുറയായി ഒന്നുകൂടെ പാടി നമുക്ക് ദൈവത്തെ പാടി ഒറ്റ ലൈൻ പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളെ കുറിച്ച് നിലവിളിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും എന്നുള്ള തീരുമാനത്തോടെ പ്രൈസ് ലോർഡ് അവരൊരിക്കൽ സാക്ഷി പറയട്ടെ. 50 വർഷത്തിന് ശേഷം 10 വർഷത്തിന് ശേഷം 70 വർഷത്തിന് ശേഷം അവരും പറയാനിടയാകും തലമുറയായി എൻ്റെ ദൈവം. അതെന്റെ കുഞ്ഞമ്മ പിതാവിന്റെ ഗ്രാൻഡ് പേരൻസിന്റെ പ്രാർത്ഥന കൊണ്ടാണെന്ന് പറയത്തക്ക നിലയിൽ നമുക്കൊരു തീരുമാനത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. താങ്ക് യു പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം പ്രൈസ് ലോർഡ്. സ്തോത്രം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നീട്ടപ്പെട്ട സ്തോത്ര വഴിപാട് ദശാംശങ്ങൾക്കായി 1 മിനിറ്റ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ സഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി 1 നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ തന്നെ ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ലിജു ബ്രദർ കുടുംബമായിട്ട് സുഖമില്ലാതെ ഭവനത്തിലായിരിക്കുന്നു. ലിജു ജോൺ സ്തോത്രം. ഷമുട്ടിച്ചാൻ്റെ വൈഫും സൗഖ്യമില്ലാതെ അച്ഛനും അമ്മയും സൗഖ്യമില്ലാതെ ഭവനത്തിലായിരിക്കുന്നു. സാറമ്മയും ശരീരത്തിന് സൗഖ്യമില്ലാതെ ഭവനത്തിലായിരിക്കുന്നു. ഇവരെ ഓർത്തും സ്തോത്രം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് തന്ന സാജൻ ഫാമിലി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. സാജൻ ഫാമിലി ഈ 4 കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഭവനങ്ങളെ കർത്താവ് വിടുവിക്കട്ടെ, സഹായിക്കട്ടെ. സഭയുടെ പ്രാർത്ഥന അവർ ക്ഷണിച്ചിട്ടുണ്ട്. അവർ വന്നിട്ടില്ല. അവരെ ഓർത്ത് നമുക്ക് 1 നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ജോണാസ് മുന്നോട്ട് വന്ന് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രൈസ് ലോർഡ് ഓഫറിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. പ്രൈസ് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് സ്തോത്രം. ദൈവങ്ങളെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് ബലമാ. അവർ പകൽക്കാലം വിടുതൽ പ്രാപിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കാരണവാനും നിത്യമായ മനോഹരമായ സമയത്തിനായി സ്തോത്രം. വിശുദ്ധ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി നിന്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗമേതി നിൽക്കുന്ന സമയത്തിനും സമാവാസത്തിനുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, രോഗികളായിട്ട് കർത്താവെ, പേര് പറഞ്ഞ കർത്താവ് 4 ഭവനങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, നീ തൊട്ടവരും നിന്നെ തൊട്ടവരും സൗഖ്യമായെങ്കിൽ നീ അത്ഭുതമന്ത്രി വീരനാഥ നിത്യപിതാവ് സമാധാന പ്രഭു നീയായിരിക്കുക. സൗഖ്യങ്ങൾ ഓടുന്ന വചനമായി സൗഖ്യം കൊടുത്തതിനാൽ
സ്തോത്രം ചെയ്യുന്നു. പരിപൂർണമായ ഒരു വിടുതൽ നീ അവിടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗികളായിട്ട് അനേകം കർത്താവ് ആരാധനയ്ക്ക് കടന്നു വരുവാൻ നിവൃത്തിയില്ലാതെ കഴിയുന്ന കർത്താവേ, നീ അവരോടൊക്കെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഷ്ടങ്ങളിൽ നീ ഏറ്റെടുത്ത തുണയായിരിക്കാതെ സ്തോത്രം ചെയ്യുന്നു. സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇവിടുത്തെ സ്തോത്രാഴ്ചയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അമർത്തിക്കുറിക്ക് നല്ലൊരളവ് കർത്താവേ, നീ അവരുടെ മടിയിൽ കൊടുത്തു. നിങ്ങളെ ഉള്ളതുപോലെ പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ, പ്രൈസ് അല്പസമയം വചനം ധ്യാനിപ്പാൻ പ്രൈസ് ദി ലോർഡ് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വാക്യങ്ങൾ. ജോൺ 21:15 മുതൽ 17 വരെ. Praise and thank the Lord for this opportunity for us to be able to gather around God's Word today for today's meditation. Let us turn in our Bibles to John chapter 21 verses 15 through 17. രണ്ടാമത് അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്കുക. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും സുപരിചിതമായ വാക്യങ്ങളാണിത്. And this is a very familiar verse to all of us. ഒത്തിരി മെസ്സേജുകൾ ഇതിൽ നിന്ന് കേട്ടിട്ടുണ്ടാകാം. And we've heard a lot of messages possibly from this passage. ഇന്ന് എനിക്ക് ആമേൻ ഈ വചനത്തിലൂടെ ദൈവസഭയോട് അറിയിക്കാനുള്ളത്, And what I have to share to the Church of God today through this word, ആമേൻ, നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചത് പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയ്ക്ക് വേണ്ടിയാണ്. and the reason why God has called us and separated us is to spread the Holy Spirit. പുതിയ നിയമസഭയെ വിളിച്ചു വേർതിരിച്ച പരിശുദ്ധാത്മാവിന്റെ പകർച്ച പകർന്ന് ആമേൻ ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിക്കുവാൻ, ആമേൻ സ്തോത്രം, കർത്താവിന്റെ പ്രവൃത്തികളെ ചെയ്യുവാൻ തക്കോണം വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന സഭയാണ് നമ്മുടെ ദൈവസഭ. And the Holy Spirit has enabled the New Testament church to go out and to share the Spirit of God through the gospel into all of the world. ഈ 15 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് കർത്താവായ യേശുക്രിസ്തു പത്രോസിനോട് പറയുന്നതും പത്രോസ് യേശുവിനോട് പറയുന്നതും. അപ്പോൾ തന്നെ ആ മേസ്തർ പത്രോസിന്റെ മറുപടിയിൽ തന്നെ രണ്ട് സെക്ഷൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. And we see two particular sections here. One is the words of Jesus, the second is the word of Peter, and there are two other subgroups here in the words of Peter themselves. പത്രോസിന്റെ അല്ലെങ്കിൽ ശീമോന്റെ പ്രതികരണം രണ്ട് ഭാഗങ്ങളായി നമുക്ക് കാണാൻ കഴിയും. And we see Simon or Peter's response in two parts. ആദ്യത്തെ പ്രതികരണം വളരെ ബാഹ്യമായ ഒരു പ്രതികരണമാണ്. And we see that his first response is an outward expression. ആരോട് എന്തെങ്കിലും ചോദിച്ച സുഖമാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ചോദിക്കുമ്പോൾ ആ സ്തോത്രം അവരുടെ ആ ഉള്ളിലെ പുറത്തു വരും അല്ലേ. And if you ask how someone's doing, if you ask them multiple times, at first they'll outwardly say, I'm doing fine, but if you repeatedly ask them, then you will really know what's coming on the inside. ആ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. മൂന്നാമത് ചോദിച്ചപ്പോൾ പത്രോസ് പറയും, മൂന്നാമത് എന്നോട് ചോദിക്കൊണ്ട് അവൻ മറുപടി പറഞ്ഞത്, ആമേ സ്തോത്രം, സകലതും നീ അറിയുന്നു എന്നും ആമേ സ്തോത്രം ദുഃഖിച്ചുകൊണ്ട് പറയുക, ആമേ സ്തോത്രം, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും അറിയുന്നല്ലോ. And because he asked them that third time, it says here that Simon, son of John, he was very hurt, and that began to express from inside, and he said, Lord, you know everything. ആദ്യത്തെ രണ്ട് ആൻസറും ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തത് ബാഹ്യമായ പ്രതികരണമാണെങ്കിൽ, and so the answer to the question, if that was just an outward expression, മൂന്നാമത്തെ പ്രതികരണം ആൻസർ കൊടുത്തത് ബാഹ്യമല്ല, ആന്തരികമായ ഒരു പ്രതികരണമാണ്. but the third time that he asked that question, that answer that he gave came from his inside, so it was an inward expression. ഇത് മൂന്നാമതും തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ കർത്താവ് നാലാമതും ചോദിച്ചേനെ. And if he had not simply told him what was going on in the inside, then Jesus would have asked him again.
മൂന്നാമത്തെ പ്രതികരണം കൊണ്ട് കർത്താവിന് മതിയായി. ഓക്കെ മതിയടാ, നിന്നെ എനിക്ക് മനസ്സിലാവും. പറയുന്നുണ്ട്, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നും നീ സകലതും അറിയുന്നു എന്നും. അതൊക്കെ വലിയൊരു ഘടമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അറിയുന്നല്ല, അതിന്റെ അർത്ഥം കർത്താവേ നീ സകലത്തെയും അറിയുന്ന സർവജ്ഞാനിയായ, നിന്റെ കണ്ണൂടാടി സഞ്ചരിച്ചുകൊണ്ട് എന്റെ പുറമേ ഉള്ളത് മാത്രമല്ല ആന്തരികമായതും അറിയുന്ന ഒരു ദൈവമാണെന്ന് ഞാൻ അറിയുന്നു കർത്താവേ. And so in that third response, it was one that touched Peter's heart. He knew that the Lord knew the answer and knew everything. But that question and that answer was one where Peter knew that he not only knew the answer and knows everything, but he is the one who searches the heart. ആമേൻ. അതുകൊണ്ട് ദൈവസഭയെ ബാഹ്യമായ ചില പ്രകടനങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ ഉത്തരത്തിന് മതിയാകുകയില്ല. ഇന്ന് പകൽക്കാലം ബാഹ്യമായ കയ്യടിയും ആരാധനയും മാത്രമല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. ഇന്നും കർത്താവ് ചോദിക്കുകയാ, യഥാർത്ഥമായി നീ എന്നെ സ്നേഹിച്ച് ആരാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാട്ടുണ്ട്, ആരാധനയുടെ അന്യഭാഷയുണ്ട്, അതല്ല കർത്താവ് പ്രതീക്ഷിക്കുന്നത്. മറിച്ച് ആന്തരികമായി കർത്താവേ നീ എന്നെ അറിയുന്നു എന്നൊരു പദം പറയുന്നുവെങ്കിൽ. And so, Church of God, today I want you to know that God is not requiring us a simple outward expression of worship, clapping our hands and singing songs. But if Christ asks us if we truly love him, it comes from an inward response. ആമേൻ. കർത്താവിന് മനസ്സിലാകട്ടെ. ആമേൻ. ഒറ്റ പദത്തിൽ കർത്താവിനെ അറിയാം. കർത്താവേ നീ സകലതും അറിയുന്നു. And through one answer, through one part of that answer, Lord, you know everything. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. പത്രോസേ ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ഭാഗ്യമായ പ്രതികരണം ആ കോൺടെസ്റ്റ് മനസ്സിലുണ്ട്. പറഞ്ഞു കോൺടെസ്റ്റ് അറിയാമല്ലോ. പ്രൈസ്. പത്രോസും ശിഷ്യന്മാരും പടകും വല എടുത്തോണ്ട് യേശുവിന്റെ പുറകെ നടന്നവന്മാരൊക്കെ തിരിച്ചുപോയി. പത്രോസ് അതിന് മുൻപിൽ നിന്നത് പറഞ്ഞത്, വാ ഞാൻ പോവുക മീൻ പിടിക്കാൻ. അപ്പൊ മറ്റുള്ളവരും കേട്ട, ഞാൻ എടുത്തിയാടുന്നവനാണല്ലോ, ഇത് അവരുടെ കൂടെ മറ്റവരും അങ്ങ് പോയി. അപ്പോൾ ആ കോൺടെസ്റ്റ് വന്നപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് തിബരിയാസ് കടൽപ്പുറത്ത് വന്നിട്ട് എവിടെ വെച്ചാണോ പത്രോസിനെ ശീമോനെ വിളിച്ചത് അവിടെ വെച്ച് തന്നെ കർത്താവ് ഈ പത്രോസിനെ വീണ്ടും വിളിക്കുന്ന ഒരു ചിന്തയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. Understand the context of this, that as after Jesus had died and after he had rose again, Simon Peter in the middle of that said, I am going back to becoming a fisherman. And they and him and some of the disciples took their nets back up and went out to go fish again. It was there at the shore of the Tiberias where Jesus comes back to call and to ask Peter these questions again. Amen. ഈ ട്രാൻസ്ലേഷൻ മണി അല്ലേ ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലാവത്തില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ മൂന്ന് സീറ്റിൽ ഇരുത്തി ഞാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇത്രയും സമയം കളയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പറഞ്ഞത് ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വന്ന വിഷയം ഇതാ. ആമേൻ. സ്തോത്രം. കർത്താവ് പകല് കേട്ടതുപോലെ വിശ്വസ്തനായ കർത്താവ്. And as we heard earlier today, that God is that Jesus is a faithful God. എന്തിനാ കർത്താവ് നീ മൂന്നാമതും ഈ തിബരിയാസ് കടലിൽ പ്രത്യക്ഷനായിട്ട് ഇത്ര ബന്ധപ്പെട്ടവനെ വിളിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അവൻ പറഞ്ഞൊരു പദമുണ്ട്. 1-ാം അധ്യായം 42-ാം വാക്യത്തിൽ ഇവനെ കണ്ടപ്പോഴേ പറഞ്ഞു, അവൻ ബർവനായ ശീമോന്റെ യോഹന്നാന്റെ മകനായ ശീമോനെ, ഞാൻ നിന്നെ കേഫയാക്കുക, പത്രോസെ പാറ അല്ലെങ്കിൽ കേഫയാക്കുമെന്ന് അവൻ കർത്താവ് ഒരു വാഗ്ദത്തം കൊടുത്തു. നീ ഇപ്പോൾ ശീമോനാണ്, എന്നാൽ നീ കേഫായിലോട്ട് യാത്ര ചെയ്യേണ്ട ഒരു യാത്രയുണ്ടെന്ന് വാഗ്ദത്തം കൊടുത്തതിന് വിശ്വസ്തതയോടെ അവൻ പിന്മാറിപ്പോയിട്ടും വിളിച്ചു വേർതിരിച്ച കർത്താവ് അവിടെ വന്നിരിക്കുകയാണ്. And we see the reason why Jesus is coming after Simon like this in this manner again is that we have to remember that in John chapter 1 verse 40 that Jesus looked Simon Peter in the face and said, you will no longer be Simon, but you will be Kepha. And so Jesus, who is faithful, has come back to remind him of that journey to be Kepha. ഇപ്പോൾ നീ ആരാകുന്നെന്നറിയാമോ? നീ ശീമോനാ. Do you know who you are now? You are Simon. അതിന്റെ അർത്ഥം ഉറപ്പില്ലാത്തവനാ. That means one who is not stable. പക്ഷെ ഞാൻ നിന്നെ കേഫയാക്കും. But I will make you a Cephas. നീ ശീമോനായിരുന്നു. അതുകൊണ്ട് 21-ാം അധ്യായത്തിലേക്ക്
കടന്നു വന്നപ്പോൾ അവൻ ആ പഴയ വിളിയാ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് അല്ലേ? അവൻ പത്രോസ് എന്നല്ല വിളിച്ചത്, യോഹന്നാന്റെ മകനായ ശീമോനേ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? That's because he is not translated into Cephas yet. That's why in verse 15 in chapter 21 he is still calling him Simon, son of John. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. 3.5 വർഷത്തിന് മുമ്പ് ആമേൻ സ്തോത്രം വിളിച്ച അതേ വിളിയ എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടും ഈ പത്രോസിനെ വിളിച്ചത് ആമേൻ ശീമോനെ എന്ന് വിളിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ശീമോൻ ആരായിരുന്നാലും ഹല്ലേലൂയ അവന്റെ ശിഷ്യനാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മറ്റുള്ളവരെക്കാൾ അവൻ ശ്രേഷ്ഠനായിരുന്നു, അവൻ എഴുത്തിയാടുന്നവനായിരുന്നു, അവൻ സ്തോത്രം വെളിപ്പാട് പ്രാപിച്ചവനാണ്, സ്വർഗത്തിലെ വെളിപ്പാട് പ്രാപിച്ചവനാണ്, അവൻ ആമേൻ സ്തോത്രം കടലിന്മേലൊക്കെ നടന്നവനാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവനോട് എത്ര പാരമ്പര്യമുണ്ടായാലും അവൻ 3.5 വർഷം കഴിഞ്ഞ് നിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല എന്ന് നിന്നെ അറിയിക്കാനാ ഞാൻ ശീമോനെ എന്ന് വിളിക്കുന്നത്. And the reason why he is calling him Simon, even though he walked with Jesus for 3.5 years, even though he experienced the miracles and walked on water, even though he was one who was very quick-tempered, even though he was one who walked with Jesus, he realizes that as a disciple he has not transitioned. That's why he calls him Simon. ആമേൻ. ദൈവമക്കളെ, നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും ഹല്ലേലൂയ, എത്ര വെളിപ്പാട് പ്രാപിച്ചാലും ഹല്ലേലൂയ, ഇന്ന് കർത്താവ് നമ്മളെ നോക്കി അവൻ പഴയ പേരാ വിളിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, അവൻ ബാഹ്യപ്രകടനങ്ങൾ കൊണ്ട് അവൻ മുന്നോട്ട് പോയാൽ പഴയ പേരിൽ തന്നെ അറിയപ്പെടും. എന്നാൽ ഒരു ആന്തരികമായ പ്രകടനം, ആന്തരികമായ ഒരു തകർച്ച അതിലൂടെ വെളിപ്പെടുന്ന ഒരു പ്രകടനമായിരിക്കണം നമുക്ക് ദൈവസന്നിധിയിൽ ഉണ്ടാകേണ്ടത്. And if you who has been walking with Jesus for so long still calls you by the very same name that you first met him with, that means that there has been no inward transformation or process or change that you would have to go through, but we must go through that internal change. അപ്പോൾ ഈ കാലത്തിലെ ചില ആമേസ്തോത്രം മറ്റു സുവിശേഷങ്ങൾ പറയുന്നത് പോലെ, മറ്റുള്ള സുവിശേഷം പിന്നെ പറയാം, ആമേസ്തോത്രം പറയുന്നത് പോലെ പ്രൈസ് ദി ലോർഡ്, എന്റെ പഴയ പേര് ശീമോനാണെങ്കിലും എന്റെ പടക് നിറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പടക് നിറച്ച് മീൻ തന്നാലും ആമേസ്തോത്രം ശീമോനെ, ആമേസ്തോത്രം പടക് നിറച്ച് നിനക്ക് സമൃദ്ധി തരേണ്ടതിന് അവൻ നീ കേഫയാകണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ കർത്താവ് തരും. And according to other gospels that are being preached, some believe that your boat can be filled to overflowing with fish, but it doesn't mean that your name necessarily has to change. You can still retain your own name of Simon. സാമ്പത്തികമായ, സാമൂഹികമായ, വിദ്യാഭ്യാസപരമായ ഉയർച്ച നമ്മൾ നേടിയാലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അത് നേടുന്നത് കൊണ്ട് ഒരു ആത്മീക അടക്കുവാൻ നമ്മൾ നിൽക്കരുത്. അത് ആത്മീകത്തിന്റെ മാനദണ്ഡമല്ല. ആമേൻ, ആ ഒരു സമൃദ്ധി ലഭിക്കുവാൻ, ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാകുവാൻ നീ ശീമോനായാലും മതി. അത് ഉണ്ടാകുവാൻ കേഫയാകേണ്ട ആവശ്യമില്ല. And if you see in your life that you are becoming prosperous, either in your education or in your wealth or in your status, then do not sit there and try to measure that as spiritual growth. You can still retain your own name as Simon, but that does not mark your spiritual growth. സങ്കീർത്തനക്കാരൻ ഒരു വാക്യം പറയുന്നുണ്ട്, സങ്കീർത്തനം 37:16 പറയുന്നുണ്ട്, അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ ആമേസ്തോത്രം ഹല്ലേലൂയ നീ നൽകുന്ന അല്പം ഏറ്റവും നല്ലത്. And in Psalms 36 verse 17 it says that even instead of the riches and all of the blessings, all of the gifts of the wicked, it is far better to receive much less from your hand. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. And the summary of what I'm saying is this. യേശു വിളിച്ചിട്ട് ശീമോനെ കേഫയായി രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ആമേസ്തോത്രം ശീമോന്റെ പദവിയിൽ തന്നെ നിന്നാലും ആമേ ദൈവം വിദ്യാഭ്യാസം തരും, സമൃദ്ധി തരും, അനുഗ്രഹങ്ങൾ തരും. ആമേസ്തോത്രം ഇതൊന്നും ആമേസ്തോത്രം ആത്മീകത്തിന്റെ മാനദണ്ഡമല്ല. ആമേ അതിനുവേണ്ടി നീ പത്രോസ് യഥാർത്ഥ പ്രതികരണം നടത്തിയില്ലെങ്കിലും എന്റെ കർത്താവ് ഇതൊക്കെ തരും. അതുകൊണ്ടാണല്ലോ ആമേ സൗഖ്യം എവിടെയും കിട്ടും, പോയി ഒരു മല ചവിട്ടിയാലും കിട്ടും, എവിടെയും കിട്ടും. എന്നാൽ അതല്ല അതിന്റെ മാനദണ്ഡം. പക്ഷേ ഉയരത്തിലേക്ക് പ്രാപിക്കണമെങ്കിൽ നിന്റെ അകത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകണം. So what I'm basically saying is this, that you can still be a Simon and receive all of the prosperity and all of the blessings and all
healings that you can receive, but that is not God's will for you. It's to transform into a Cephas, where your life is changed and transformed internally to the outward expression. യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ കാണാൻ യാക്കോബ് ഒന്നുമില്ലാത്തവനാ പോയി അനുഗ്രഹത്തോടെ മടങ്ങി വന്ന് സ്തോത്രമല്ലേ ഒരു കൂട്ടമായിട്ടല്ല 2-3 കൂട്ടമായിട്ട് സമൃദ്ധിയോടെ വരുന്നതിനും യാക്കോബ് നീ ഇസ്രായേൽ ആകണമെന്നില്ല. ഇസ്രായേൽ ആകണമെങ്കിൽ യാബോക്ക് കടവിൽ വെച്ച് നിന്റെ ഉള്ളത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകണം. And we see in Genesis chapter 28 that Jacob went out and returned a very wealthy man with groups of people around him in his family. But you can be a wealthy person and still be a Jacob. But in order to be an Israel, you need to have that experience of Jabbok, where you come in the presence of the Lord. അതെല്ലാവർക്കും അറിയാം. യാബോക്ക് കടലിൽ വന്നപ്പോൾ ദൂതൻ ചോദിച്ചു നിന്റെ പേരെന്താന്ന്. ഇത്രയും സമൃദ്ധി ഉണ്ടെങ്കിൽ നിന്റെ പേരിന് മാറ്റം വന്നിട്ടില്ലെന്ന് നീ തന്നെ പറഞ്ഞെങ്കിൽ നിന്റെ വാഗ്ദത്തം പൂർത്തിയാക്കാനായിട്ട് കഴിയുകയുള്ളൂ. And only when you come and the angel spoke to him and asked him and wanted to know what his name was, only when he came to that awareness that his name was still Jacob, was at the only time that that angel could offer him the next transition in his life. ആമേൻ. അവിടെ വെച്ച് അവനെ ഓർപ്പിച്ചത് എന്റെ പേര് യാക്കോബ് എന്നാ. എന്റെ കയ്യിൽ കുറവുകളുണ്ട്. ഞാൻ വഞ്ചകനാണ്, ചതിയനാണ്. അവൻ ഇത്ര അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നെങ്കിലും എനിക്കൊന്നറിയാം, പ്രൈസോടെ എന്റെ പേര് യാക്കോബ് തന്നെയാണ് എന്ന് സമർപ്പിച്ചുകൊണ്ട് അവന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞപ്പോൾ അവനെ ഒരു പുതിയ വാഗ്ദത്തത്തിനായി അവന്റെ പേര് മാറ്റി ഇസ്രായേൽ എന്നാക്കത്തക്ക നിലയിൽ ദൈവം അവനെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി. And to the angel Jacob confessed, my name is Jacob, I am a deceiver, I am a supplanter, I have done everything wrong and sinful in my life. But it was only until that awareness came about that the angel was ready to be able to touch him inwardly. യേശു പത്രോസിനോട് ചോദിച്ചതുപോലെ തന്നെ ഈ ദൂതൻ യാക്കോബിനോട് ചോദിച്ചാണ് 5-6 പ്രാവശ്യം. അവസാനം നിവൃത്തിയില്ലാതെ പറഞ്ഞ ഞാൻ യാക്കോബാണ് എന്ന് പറഞ്ഞ് അവൻ സമ്മതിക്കുവാൻ ഇടയായി. And so maybe even Satan asked him several times what your name is. But just like Jacob said to this angel, he had to, without a doubt, come to the conclusion that his name was Jacob. അപ്പോൾ ശീമോനെ വിളിച്ചിട്ട് പറയാ, ശീമോനെ ഞാൻ നിന്നെ ശീമോൻ എന്ന് വിളിക്കുമ്പോൾ ഹല്ലേലൂയ നീ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇതൊക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട്, എനിക്ക് പേരുണ്ട്, പ്രശസ്തിയുണ്ട്, ഞാൻ നിന്റെ കൂടെ നടന്നവനാണ്, അത്ഭുതങ്ങൾ ചെയ്തവനാ, പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നിന്നെ നല്ലവനും വിശ്വസ്തനുമായ എന്റെ ദാസനെ എന്ന് വിളി കേൾക്കണമെങ്കിൽ ഈ പ്രശസ്തിയും ശീമോന്റെ പദവിയും പോരാ, നിന്റെ പേര് മാറ്റത്തക്ക നിലയിൽ നിന്നിൽ ഒരു സ്വഭാവ രൂപീകരണം വന്നു നീ സമർപ്പിച്ചെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ വിശ്വസ്തനും നല്ലവനുമായ ദാസനെ എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. And maybe like Simon, you have walked with the Lord and you have experienced visions and miracles and all sorts of things, but to be called a good and faithful servant, you must go through this transformation as Simon did into Cephas. വിശ്വസ്തനും നല്ലവനുമായ ദാസനെ എന്ന് വിളി കേൾക്കണമെങ്കിൽ ദൈവമക്കളെ ആമേൻ ഹല്ലേലൂയ നമ്മളിലുള്ള ശീമോനെ ഈ ദിവസങ്ങളിൽ ഒഴിഞ്ഞു കളയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. And if we are to hear that call of our name as good and faithful servant, we must cast aside that identity of Simon. അതുകൊണ്ട് അവന് മനസ്സിലായി, എന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഒരു കർത്താവ് എന്നോട് ചോദിക്കുക, അവൻ ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ 2 പ്രാവശ്യം എസ്കേപ്പ് ചെയ്ത് 3-ാമത്തെ പ്രാവശ്യം ഹൃദയ തകർച്ചയോടെ അവന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നേച്ച് പറയുക. അന്നേരം പ്രൈസ് അവന്റെ ഹൃദയം ഒന്ന് പെടഞ്ഞു. ഹല്ലേലൂയ. ആ ചോദ്യത്തിന് മുമ്പിൽ ഹല്ലേലൂയ പദവിയിട്ട് അവനോട് ഒരു പദമുണ്ട്, ദുഃഖിച്ചുകൊണ്ട് പറയുക, അവൻ നീ സകലതും അറിയുന്നു. നിന്നെ എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും നീ അറിയുന്നുവെന്ന് അവൻ സാധാരണ പറച്ചിലല്ല, ഹൃദയത്തിനകത്തെ തകർച്ചയോടുകൂടെ ദൈവസന്നിധി സമർപ്പിക്കുന്ന ഒരു അനുഭവം നമുക്ക് അവിടെ കാണാൻ കഴിയും. And we can see that Simon was able to simply brush off the first 2 times that Jesus asked him, but that 3rd time it cut him right to the core, where it says that his heart was hurt by that question. And that inward expression of transformation began to come out of him. കർത്താവായ യേശുക്രിസ്തു പത്രോസിന്
യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അവനെ തന്നെ വിധേയപ്പെടുത്തുവാൻ ഒരു അവസരം കർത്താവ് ഒരുക്കിയെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മളിലുള്ള ശീമോന്റെ അനുഭവങ്ങളെ ഒഴിഞ്ഞു കളയുവാൻ കർത്താവ് പറയണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് കേൾക്കുവാൻ തക്കവണ്ണമായി നമ്മളിലുള്ള ശീമോനെ ഒഴിഞ്ഞു കളയുവാൻ, അവയെ വിധേയപ്പെടുവാൻ ചില അവസരങ്ങളെ ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് നമുക്ക് തരികയാണ്. And if Jesus was able for Simon Peter to begin to prune himself of that identity as Simon, how much more does Jesus give us the opportunity to be able to prune off our own self-identities and to begin to emerge as to what he is calling us to. ഇവിടെയാണ് ദൈവത്തിന്റെ കൃപയുടെ മഹത്വം വെളിപ്പെടുന്നത്. And this is where the grace of the Lord begins to reveal itself. ശീമോൻ പിന്മാറി പോയിട്ട് അവനെ തേടി ഉയർത്തിനു ശേഷം തിബരിയസ് കടൽക്കരെ വന്ന് വിളിച്ചിട്ട് അവന്റെ അവസ്ഥകളെ അറിഞ്ഞിട്ട് അവന് വേണ്ടി വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ ശീമോന് വേണ്ടി തീ കാഞ്ഞ് അവൻ തീ കൂട്ടി ചൂട് പിടിപ്പിച്ച് പട്ടിണി കിടക്കുന്ന ശീമോന് പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ട് അവനെ അവിടേക്ക് വിളിച്ച് അവനൊരു അവസരം കർത്താവ് വിധേയപ്പെടാൻ കൊടുത്തുവെങ്കിൽ, ഇന്ന് പകൽക്കാലം നമുക്ക് തരുന്ന ചില അവസരങ്ങൾ ഒരുപക്ഷെ നന്മയായിട്ടായിരിക്കാം, ചില കരുതലുകൾ തന്നായിട്ടായിരിക്കാം, ചില വിടുതലുകൾ തന്നായിട്ടായിരിക്കാം. നമ്മൾ വിധേയപ്പെടുവാൻ ഒരു അവസരം തരുമ്പോൾ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ അവൻ ലാഘവത്തോടെയല്ല, അവൻ ആന്തരികമായ പ്രതികരണത്തോടെ, ഒരു തകർച്ചയോടെ അവന്റെ അടുക്കലേക്ക് ചെന്ന്, കർത്താവേ, ഞാൻ ശീമോനാണ് എന്ന് പറയുവാൻ തക്കവണ്ണം, നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ നമുക്കൊരു അവസരം ഉണ്ടാകട്ടെ. And if it was Jesus who came and put together a fire and cooked breakfast for Simon who had abandoned him, if he was the one who came to that place to call him again, then let us be as Simon and take that opportunity to be able to be struck inwardly, for us to come to Jesus and say, Lord, I am Simon, Lord, you know I love you, and to be able to bring that out inward expression to Jesus. ദൈവമക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ നൂറ്റാണ്ടിൽ, ഈ കാലഘട്ടങ്ങളിൽ ദുരിതദേശം കടന്നു വരുമ്പോൾ അമ്മയെ സ്തോത്രം പടക് നിറച്ച കർത്താവ് അവനെ നിർത്തിയത്. അവന്റെ ശൂന്യ വന്നപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ രാത്രി മൊത്തം അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, തണുത്തു വിറങ്ങലിച്ചിരിക്കുക, ഞങ്ങൾ വിശന്നിരിക്കുകയാ. അമ്മയെ സ്തോത്രം നല്ല നിറവ് കൊടുത്ത് ശൂന്യത മാറ്റി സൗഖ്യമാക്കി കരുതി അവനെ വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവനെ സ്തോത്രം, അത് അനുഗ്രഹത്തിന്റെ മാനദണ്ഡമായി കാണാതെ, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള മാനദണ്ഡമായി കാണാതെ, അവൻ പത്രോസ് മനസ്സിലായി, യേശുവാണ് എന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിനകത്ത് ചിന്ത വന്നു, ഞാൻ നഗ്നനായതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ചാടി അവന് മറിഞ്ഞിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. And when Simon said, Lord, we have toiled all night and have not had anything, and when Jesus blessed them with a boatload of fish, it was him who realized inwardly of the greatness of the love of God. That's why he jumped head first into the water naked. ഇന്ന് പകൽക്കാലത്ത് ചില അനുഗ്രഹങ്ങളും നന്മകളും ശൂന്യതകളൊക്കെ മാറുമ്പോൾ നമ്മളെ തന്നെ ചിന്തിക്കണം, കർത്താവേ, ഞാൻ നിന്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യതയുള്ളവനാണോ? അവൻ ഞാൻ നഗ്നനാ കർത്താവേ. ഹല്ലേലൂയ. അവൻ ശീമോന് നല്ലതുപോലെ മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഇത്രയൊക്കെ കരുതുന്ന അവൻ ദൈവം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ അവന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയുള്ളവനല്ലെന്ന് അവന് മാത്രം മനസ്സിലായതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവൻ മുന്നിൽ നിന്ന് ചേർത്ത് പിടിക്കേണ്ട ഒരുവൻ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കേണ്ട ഒരുവൻ, മറ്റുള്ളവരെ കൂടെ പിന്മാറ്റത്തിലേക്ക് മീൻ പിടിക്കാനായിട്ട് നയിച്ചുവെങ്കിൽ അവന്റെ ഉള്ളിൽ ഒരു ബോധമുണ്ട്, അവൻ ഹല്ലേലൂയ, കർത്താവേ, ഞാൻ നിന്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യതയുള്ളവനല്ല. And when we understand that Simon Peter was in such an awe and jumped into that water naked, that it was God who brought a blessing into his emptiness, where Simon Peter was meant to call others, he led others astray from the Lord. But when he realized it and came to the Lord, then he understood that inward expression and experience. Praise the Lord. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ സ്തോത്രം, ഈ ഒരു പ്രസംഗം നമ്മൾ ഇന്ന് കർത്താവ് എനിക്ക് തന്നത് മറ്റൊന്നിനുമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു സമർപ്പണം ആവശ്യമാണ്. And for no other reason am I preaching these words but to know that there is a surrender that is needed. ചില നന്മകളും അനുഗ്രഹങ്ങളും കാണുമ്പോൾ അവൻ നമുക്ക് നൽകുമ്പോൾ അത് ദൈവിക അനുഗ്രഹങ്ങളാണെന്ന് പ്രൈസ് പറഞ്ഞുകൊണ്ട്, പ്രൈസ് ഒരിക്കലും പ്രൈസ് ഞെളിഞ്ഞു പോകാതെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുവാൻ
പറയുവാൻ. ഇത്രയൊക്കെ ആയിട്ടും അത് ഉള്ളതറിയുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇത്രയായിട്ടും ഹല്ലേലൂയ, ഇത്രയായിട്ടും എന്റെ വാക്കുകൊണ്ട് ചിലരെ ചേർത്ത് പിടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, എന്റെ പ്രവൃത്തി കൊണ്ട് എനിക്ക് ചിലരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു കുറ്റബോധമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവേ, ഇതൊക്കെ തന്നാലും എനിക്കൊരു ബോധ്യമുണ്ട്, ഞാൻ നിന്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യനല്ല എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ എന്റെ ദൈവം തമ്പുരാൻ ചില നിയോഗങ്ങളെ, ചില പകർച്ചകളെ തന്ന് നടത്തുവാൻ എന്റെ ദൈവം ശക്തനാണ്. And after receiving all of the blessings and all of the grace of the Lord, we have to examine ourselves. Have we been able to gather lives and gather souls into the presence of God? ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം ദൈവമക്കളെ. സ്തോത്രം. ശീമോനെ ആ വിളിച്ചപ്പോൾ, മൂന്നാമതും വിളിച്ചപ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ശീമോൻ ഇങ്ങനെ പറഞ്ഞാണ്, കർത്താവേ, അയ്യോ കർത്താവേ, ഇനി അങ്ങനെ എന്നെ വിളിക്കരുത്. ആമേൻ, എന്നിൽ ജീവിതത്തിൽ കുറവുകൾ വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ പറയുന്നത്, അവൻ ഇനി അങ്ങനെ വിളിക്കാതെ കർത്താവേ, എനിക്ക് കേൾക്കാനുള്ള ശക്തിയില്ല. നീ സകലതും അറിയുന്നല്ലോ, നീ സർവജ്ഞാനിയാണല്ലോ, എന്റെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്ന ഒരുവനാണല്ലോ നീ. ഞാനത് മനസ്സിലാക്കുന്ന കർത്താവേ, അവൻ അങ്ങനെ വിളിക്കാതെ അവൻ തകർച്ചയോടെ അവന്റെ സന്നിധിയിലേക്ക് വന്ന് നിലവിളിച്ച് പറയുന്ന ആ പ്രതികരണത്തിന് ദൈവം വില കൊടുത്ത് അവനൊരു അവസരം ഒരുക്കിയെങ്കിൽ, and if Simon recognizing and saying, Lord, do not call me Simon again, but he recognized his shortcomings and he's recognized his failures in the presence of God, despite all of that, the Lord gave him an opportunity. ഇന്ന് പകൽക്കാലം ദൈവശബ്ദം കേൾക്കുമ്പോൾ യേശു കർത്താവ് നമ്മളെ ആരെ പേര് വിളിക്കുന്നില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവശബ്ദം കേൾക്കുമ്പോൾ, ആമേൻ, മറ്റുള്ള ദൈവദാസന്മാരുടെ ദൈവശബ്ദം കേൾക്കുമ്പോൾ, ദൈവമക്കളെ അത് കേട്ടിട്ട് ആമേൻ മാർക്കിട്ടേച്ച് പോകാനല്ല എന്റെ ദൈവം ആഗ്രഹിക്കുന്നത്. ആ വിളിയിൽ, ആ ദൈവശബ്ദത്തിൽ കർത്താവെ എനിക്ക് പിടഞ്ഞ് ആമേൻ തകരേണ്ട ചില അനുഭവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And whenever you hear the word of God from the servants of the Lord, it's not simply to brush it off, but to say that these are points that the Lord is speaking to me. And so to take those very seriously and apply them. ഇത് കുത്തിയതാണെന്ന് പറഞ്ഞ് കുത്തുപ്രസംഗമാണെന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒത്തിരി പേരുണ്ടെന്നാൽ അവ ഇവിടെ ദൈവമക്കളെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ദൈവശബ്ദം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പറയുന്ന ദൈവശബ്ദം അത് പറയുന്നവൻ ദൈവമായിട്ട് കണക്ക് തീർത്തോളും. എന്നാൽ കേൾക്കുന്ന ദൈവമക്കൾക്ക്, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ആന്തരികമായ ഒരു പ്രതികരണം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ശീമോന് ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അത് ആവർത്തിച്ച് കേട്ടപ്പോൾ അവന്റെ ജീവിതത്തിലെ അവൻ ശീമോന്റെ അനുഭവത്തെ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ തകർന്നു വന്ന് അവൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞെങ്കിൽ, ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവശബ്ദം, രാവിലെ നാം വായിക്കുന്ന ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ അത് നമ്മളോട് സംസാരിക്കട്ടെ. അത് നമ്മളെ തകർച്ചയിലേക്ക് ഹൃദയത്തിൽ നുറുക്കം തന്നുകൊണ്ട് ദൈവസന്നിധിയിൽ അവൻ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇത്രയും പറഞ്ഞാൽ മതി. കർത്താവേ, നീ സകലതും അറിയുന്നല്ലോ എന്ന് പറയത്തക്കതിൽ ഒരു സമർപ്പണം നമുക്കുണ്ടാകുന്നുവെങ്കിൽ, and if we simply write off the words that are being spoken to us, we need to re-examine our lives and be like Simon, who comes to the Lord and says, Lord, you see my inward expression, you see my heart, Lord, I come to you with humility. ആമേൻ. ശിവൻ പറഞ്ഞതുപോലെ നീ സകലതും അറിയുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ബാഹ്യമായ പ്രകടനങ്ങളൊക്കെ അറിയുന്ന ഒരു കർത്താവുണ്ട്. And just as Simon says, Lord, you know everything, there is a God who sees everything in our circumstances. അതാ ഞാൻ പറഞ്ഞ സകലതും അറിയുന്നെന്ന് പറയുമ്പോൾ എന്റെ ബാഹ്യപ്രകടനമായി ഞാൻ എന്റെ സഹോദരനോട് സംസാരിക്കുന്നത്, ഞാൻ എന്റെ സഹോദരനോടൊന്ന് കൈ കൊടുക്കുന്നത്, ആമേൻ, ഞാൻ എന്റെ സഹോദരനോടൊന്ന് ഇടപെടുന്നത്, ആമേൻ, ഒന്ന് ചിരിച്ചു കാണിക്കുന്നത്, കുശലാന്വേഷണം നടത്തുമ്പോൾ, ആമേൻ, എന്റെ ഉള്ളം അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവമക്കളെ നാം മറന്നു പോകരുത്. And when we see that there is a God who knows our inward expression and our outward expressions to our brothers, ഒരു മനുഷ്യന്റെ പതനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ അവൻ ഉള്ളിൽ പ്രതികരണം എന്താണെന്നുള്ളത് ഇന്ന് പകൽക്കാലം നമുക്ക് മനസ്സിലാക്കണം. അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള മനോഭാവം പുറമേ അല്ല, അവനെ ഒന്ന് ആലിംഗനം ചെയ്യുമ്പോൾ പുറമേയുള്ള പ്രകടനമല്ല കർത്താവ് അറിയുന്നത്. ആകമേയുള്ള ഒരു പ്രതികരണത്തിൽ നീ അവനെ മനഃപൂർവ്വമായി ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ അതാണ് എന്റെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. And the Lord requires
requires that when we say we're going to pray for somebody, it is not just an outward expression, but to hold them close and dear to your heart and begin to intercede for them. That is what the Lord requires of us. ആമേൻ സ്തോത്രം. അതിൽ ചേർത്ത് പിടിച്ച ശീമോൻ മനസ്സിലായി ആമേൻ ജീവിതത്തിലെ കുറവുകളുണ്ട്, കർത്താവ് എനിക്കൊരു അവസരം തന്നതാ. ആമേൻ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് മാളിക മുറിയിലേക്ക് കൊണ്ടുപോയി ആമേൻ സ്തോത്രം ദൈവം തമ്പുരാൻ ഒരു അവസരം കൊടുക്കുകയാണ്. And we see that as Jesus embraced Peter, we see in Acts chapter 2 that he gives him an opportunity. ശീമോനെ കേഫയാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു മാളിക മുറി. And Simon was transformed into Cephas, that type of upper room experience. എത്ര സമർപ്പണം ഉണ്ടെങ്കിലും ശീമോന്റെ ഒരു സ്വഭാവം നമുക്ക് ചിലപ്പോൾ കേൾക്കും. And no matter how much surrender we have, there is a characteristic of Simon that often creeps up. സകലതും അറിയുന്നെന്ന് പറഞ്ഞിട്ടും ഈ ശീമോൻ ഒരു വേല കാണിച്ചവിടെ. And even if he said, Lord, you know everything, he still did something there. അതിന്റെ 18:10-21 വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ആമേസ്തോലം കർത്താവ് ശിമോനോട് പറഞ്ഞു, നിന്നെ കാലും കൈയും കെട്ടി വൃദ്ധനായ ശേഷം പലരും എടുത്തോണ്ട് പോയിട്ടാ നിന്നെ അടക്കാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ നിനക്ക് ആ വാർദ്ധക്യം വരെ നീ ജീവിച്ചിരിക്കുന്നു പറഞ്ഞു. And Jesus told Simon that about his death, that someone would tie his hands and his feet and take him. ഇത് കേട്ടിട്ട് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട പകരം തിരിഞ്ഞു നോക്കിയപ്പോൾ കർത്താവ് സ്നേഹിച്ച യോഹന്നാൻ അപ്പുറത്ത് നിൽപ്പുണ്ട്. And the disciple that loved Jesus, John, was standing just a few feet away hearing this. ഇവനെ കണ്ടപ്പോൾ ശീമോന്റെ സ്വഭാവം പുറത്തു വന്നു പതുക്കെ. And when John saw Simon, his behavior started to come out. എനിക്കിങ്ങനാണെങ്കിൽ അടുത്തിരിക്കുന്ന സഹോദരൻ എന്തു പറ്റും കർത്താവേ? And if it's like this to me, then what will happen to the guy that's my brother that's standing next to me? നമുക്ക് ഇതൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് വലിയ പാഠങ്ങളാണ്. And these are great teachings that are here, examples for us. എപ്പോഴും വിടുതലിന്റെ മെസ്സേജുമായിട്ട് പോകരുത്. And do not always go with a message of deliverance. ശീമോനെ കേഫയാക്കുന്ന ഒരു മെസ്സേജായിരുന്നു പകൽക്കാലം ഞാൻ തരുന്നത്. What I'm saying today is that it's a message that Simon turns to Cephas. കർത്താവ് ക്ഷമയുള്ളവനാ. God is one who is forgiving. ശീമോനെ നോക്കിയിട്ട് പറഞ്ഞു, And he looked at Simon and said, അവൻ ഞാൻ വരുന്നവരെ ഇരിക്കാതെ നിനക്കെന്താ, നീ എന്നെ അനുഗമിക്കേ. And whatever is going to happen to him will happen, but you follow me. എന്റെ കുഞ്ഞുങ്ങളെ, ഇത് none of your business is my business. Leave it and don't worry about that. Don't concern. അതിനെപ്പറ്റി നിങ്ങൾ കൺസേൺ ആകാതെ എന്റെ വിഷയമാ. എന്റെ അടുത്തിരിക്കുന്ന തോമാച്ചനല്ലേ, എന്റെ പോപ്പാടെ പേര് തോമാച്ചന് എന്ത് ഭവിക്കുമെന്ന് ഞാൻ അറിയേണ്ട കാര്യമില്ല. ദൈവം തമ്പുരാൻ നിന്നെ വിളിച്ചത് എന്നെ അനുഗമിക്കാൻ, നീ അനുഗമിച്ചാൽ മതി, ഞാൻ നിന്നെ കൊണ്ടെത്തിക്കേണ്ടത് കൊണ്ടെത്തിക്കും. And it doesn't matter what happens to the brother that's beside me, but you follow after me and you will go to the place where I have decided for you. ആമേൻ, ഹല്ലേലൂയ. വചനം കേട്ട് സമർപ്പിച്ച് ആന്തരികമായ ഒരു തകർച്ചയിലേക്ക് നടക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം അവന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിഷയമേ ഉള്ളൂ. തകർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ദൈവവൈതലെ ആ തകർച്ചയ്ക്കകത്തൊരു പകർച്ച തന്ന് എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. And when you hear the word of God and when you follow after the word of God, when you become broken, God will bring a wholeness in the midst of it. ആമേൻ. റോമലേഖനം അതുകൊണ്ട് പറയും, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടോണം. And then Romans says that you transform yourself by the renewing of your mind. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, and as you renew your mind and go into the presence of Jesus, യോവേൽ പ്രവചനത്തിലെ പ്രവചനം നിവൃത്തിയാകാൻ ഇടയാകും. then the prophecy of the book of Joel will begin to fulfill. നമ്മൾ തകർച്ചയോടുകൂടെ നമ്മുടെ ഹൃദയം തകർന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം ചില അവസരങ്ങളെ ഒരുക്കി അവൻ പരിശുദ്ധാത്മാവിന്റെ പകർച്ച നമ്മുടെ മേൽ പകരുവാൻ എന്റെ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. And when our minds have been when our hearts are broken and our minds are renewed and we go into the presence of God, then God will begin to pour out His Spirit. മറ്റെന്തെല്ലാം സഭയിൽ ഉണ്ടായാലും ഈ പകർച്ചയില്ലെങ്കിൽ അത് ശൂന്യമായി പോകും ദൈവമക്കളെ. And if there's everything else in the church but there is no outpouring, then it will be in vain. അവൻ പ്രവചനം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ എന്റെ ദൈവം നമ്മളിൽ പകരുവാൻ ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അവനായി കാത്തിരുന്ന് ശക്തിയെ പുതുക്കി ഈ ദിവസങ്ങളിൽ ഒരു പകർച്ചയുടെ അനുഭവം ഏറ്റെടുക്കുവാൻ ദൈവസഭയാകുന്ന നമ്മൾ ഈ ദിവസങ്ങളിൽ തയ്യാറാകണം. And if there is a promise and a prophecy that God will pour out His Spirit on us,
that it is our responsibility to obtain that outpouring these days. അത് സഭയായി പകർച്ചെടുക്കണം. And we as a church need to experience that outpouring. കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ മാത്രമല്ല അത് ഭവനത്തിൽ ആ പകർച്ച വെളിപ്പെടണം. And not only when we gather together, but you need to experience that outpouring in your home. ആ കുടുംബത്തിനകത്ത് നാൽവെത്തിക്കകത്ത് മാത്രമല്ല അവൻ വ്യക്തിപരമായി നമ്മൾ പോകുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ ആ പകർച്ച വ്യാപരിക്കണം. And not only within the four walls of your house, but in those places where you go to work as well. അവരുടെ ദിവസങ്ങളിൽ സ്വന്തം വ്യക്തിപരമായും അവൻ കുടുംബപരമായും സഭാപരമായും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ തകർന്ന ഹൃദയത്തോടെ ഇരിക്കുവാൻ കാത്തിരിക്കുവാൻ ദൈവശക്തി പ്രാപിക്കുവാൻ അത് കുഞ്ഞു കുട്ടി മുതൽ വൃദ്ധന്മാർ വരെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഒരു അനുഭവം ഈ ദിവസം നമുക്കുണ്ടാകട്ടെ. So let there be an experience of that outpouring not only in our homes, in our churches, but let us gather together as both young and old to experience that outpouring these days. അപ്പോസ്തലരുടെ രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ആ പകർച്ചയ്ക്കായിട്ട് അവൻ ശീമോനെ മാളികമുറിയിലേക്ക് കൊണ്ടെത്തിച്ചു. And we see that in Acts chapter 2, for that outpouring, the Lord brought Simon there into that upper room. മാളികമുറിയിലേക്ക് കയറിയ ശീമോനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. And examine Simon who is there in that upper room. ദുഃഖിച്ചും കരഞ്ഞും തകർച്ചയിലൂടെ മാളികമുറിയിലേക്ക് കയറിയെങ്കിൽ ഇറങ്ങി വന്ന ഒരു കേഫയായിട്ട് അവൻ ഇറങ്ങി വന്നത്. And if he went with heartbreak and he was there downtrodden, he came out as a powerful Cephas. കരച്ചിലോടെ കയറിപ്പോയ ശീമോനും ഇറങ്ങി വന്ന കേഫയും തമ്മിലുള്ള ആ ഇടം എന്ന് പറയുന്നത് ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പകർച്ചയാണ് അവനെ കേഫയാക്കി മാറ്റിയത്. And the gap and the distance between what that Simon was who entered in crying and that Cephas who came in strong is the Holy Spirit. ആ കേഫയുടെ അനുഭവമാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. And it is that Cephas experience that God requires of us. ശീമോനായിരുന്നാലും നമുക്ക് തരുന്ന ഒത്തിരി വിടുതലും നന്മകളും പ്രോസ്പെരിറ്റി ഉണ്ടെങ്കിലും കർത്താവ് നമ്മളെ കുറിച്ച് സാക്ഷി പറയണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അത് വിളി കേൾക്കണമെങ്കിൽ നീ ശീമോനായിട്ട് ഇരുന്നാൽ പോരാ, ഒരു കേഫയായി മാറിയെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ അങ്ങനെ വിളിക്കാൻ പറ്റുകയുള്ളൂ. And in order to be called a good and faithful servant, we cannot be in the attitude of Simon, but we need to be transformed into the identity of Cephas. ഇത് ഭയത്തോടും ഭക്തിയോടും കൂടിയാണ് ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നത്. And I am calling this out with fear and humility. Praise the Lord. സ്തോത്രം. അങ്ങനെയെങ്കിൽ സുവിശേഷത്തിലുള്ള ഈ ശീമോനെ എന്റെ കർത്താവ് ഒരു കേഫയാക്കി മാറ്റി ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. Then we see that this is how Simon was transformed into a Cephas in the Gospels. എങ്ങനെ പാസ്റ്റർ ശീമോനെ ഞങ്ങൾ ഒഴിഞ്ഞു കളയേണ്ടത്? എന്താ ശീമോന്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സുവിശേഷത്തിലെ ശീമോനെ നോക്കിയാൽ മതി, ആമേ ചില ഭാഗങ്ങൾ നമുക്ക് കിട്ടും. And how, pastor, can I lay aside this attitude of Simon? You just have to look in the Gospels and you'll get a clear picture. സുവിശേഷത്തിലെ ശീമോനെ നമ്മൾ പഠിച്ചാൽ നമ്മളിലുള്ള ശീമോനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. And if you study Simon in the scriptures, you will understand the Simon that dwells within us. ഒന്നാമത് സുവിശേഷത്തിലെ ശീമോന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. And there was a peculiarity of Simon in scripture. ആമേസ്തം നല്ല വീമ്പളക്കാൻ അല്ലെങ്കിൽ വലിയ പുകഴ്ത്തി പറയാനും എടുത്തിയാടാനൊക്കെ മിടുക്കന, പക്ഷെ ഭയങ്കര ഭയമുള്ളവനാണ്. That he was a fisherman and that he was ready to jump ahead at any chance, but yet he was a very fearful person. അവൻ പറയാനൊക്കെ മിടുക്ക, പറയുന്നത് കേട്ടില്ലേ ചിലർ പറഞ്ഞ ഭയങ്കര, ഞാൻ നിന്നോടുകൂടെ മരിക്കാനും തയ്യാറാ കർത്താവേ എന്ന് പറഞ്ഞ് അവൻ ആ രംഗം വന്നപ്പോ ഒരു സർവൻ ഗേളിന്റെ മുമ്പിൽ പതറിപ്പോയിട്ട് തള്ളിപ്പറഞ്ഞിച്ചു പോയ ഒരു ശീമോൻ. And he was one who in one instance would say, Lord, I'm ready to die for you, but was willing to be able to lie and denounce Christ in front of a servant girl. ഇന്നലെ ഇന്നൊക്കെ കേട്ട ദൂത്, രാവിലെ ഒക്കെ കേട്ട ദൂത്, ഭയപ്പെടേണ്ട, എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ട്, കൂട്ടിനവനുണ്ട്, നമ്മുടെ കൂടെ ഇരിക്കാനും കിടക്കാനും നിൽക്കാനും എന്റെ തമ്പുരാനുണ്ടെന്നുള്ളത് അവൻ പാടിയാൽ മാത്രം പോരാ. ഹല്ലേലൂയ. ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും ചെറിയ വിഷയത്തിന് വേണ്ടി എന്റെ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുള്ള ആശീമോനെ ഇന്ന് പകൽ നമുക്ക് ഒഴിഞ്ഞു കളയണം. And if there is in our lives any experience that brings fear or brings a fearfulness to us,
we need to be able to shed that. ആ ശീമോനെ ഒഴിച്ചിട്ട് കേഫായാകുന്ന ലേഖനത്തിലെ കേഫ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവൻ ധൈര്യശാലിയായി നിന്നുകൊണ്ട് എവിടെ അവനെ തള്ളിപ്പറഞ്ഞോ അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് യേശു കർത്താവെന്ന് വിളിച്ചു പറയുന്ന ഒരു ധൈര്യശാലിയാക്കിയ കേഫായായി നമ്മൾ മാറട്ടെ. And today we need to be transformed into a courageous Cephas who in Acts chapter 4 verse 3 was rejected and despised, but still proclaimed with boldness the name of Jesus Christ. വീരത്വത്തിന്റെ ആത്മാവിനെ ഒഴിഞ്ഞു കളഞ്ഞ് ധൈര്യത്തിന്റെ ആത്മാവിനെ ഇന്ന് പകൽക്കാലം നേടിയെടുക്കുവാൻ മാളിക മുറിക്കകത്ത് പകർച്ച നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. And we need that outpouring of the Spirit to shed the fearfulness and to take on that courageous spirit. രണ്ടാമത്തെ ശിമോനെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരെന്തെങ്കിലും കാണിക്കട്ടെ, ഞാൻ മീൻ പിടിക്കാൻ പോവുക, എന്റെ വയറും എന്റെ കുടുംബവും. And well, we see the second point of Simon was that let anything happen, I am going to fill my belly and take care of my family as a fisherman. എന്റെ മക്കളും എന്റെ കുടുംബവും ഒക്കെ പറഞ്ഞ ശീമോൻ പോയി. എന്നാൽ ലേഖനത്തിൽ ഒരു ശീമോനുണ്ട്, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം. അവൻ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, അവൻ നിന്റെ സകല ബുദ്ധിമുട്ടും അവന്റെ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം തീർത്തു തരുമെന്ന് പറയുന്ന ഒരു കേഫായായി മാറിയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടേതായ സ്വാർത്ഥതയുടെ ശീമോനെ ഉരിഞ്ഞു കളഞ്ഞ് അവൻ ദൈവത്തിന് വേണ്ടി ദൈവം കരുതുമെന്ന് അനുഭവത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. And if we, just like Simon, are worried about our families and how we are going to fill our bank accounts and take care of the worldly things, then we need to be a Cephas who is faithful to the Lord and understands that God will provide for all of our needs. മൂന്നാമത്തെ ശീമോൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. യേശു അവനെ വിളിച്ചുകൊണ്ട് മലയിലേക്ക് പോയി ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആമേസ്തോത്രം. യേശു ഒന്ന് നോക്കുമ്പോഴൊക്കെ അവൻ തൂങ്ങി തട്ടുക. ആമേസ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉറങ്ങാൻ പോകുന്ന ഒരു ശീമോന്റെ സ്വഭാവം ആമേസ്തോത്രം അല്ല ശീമോനാ നമ്മളിൽ ഉള്ളതെങ്കിൽ ആമേസ്തോത്രം അല്ല ലേഖനത്തിലെ കേഫ എന്ന് പറയുന്നത് 6 മണി നേരത്തും വെൺമണി മാടത്തിൽ കയറിയിരുന്നു. ആമേസ്തോത്രം ജനത്തിന് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കുവാൻ എന്റെ കർത്താവ് അവനെ ഉത്സാഹിപ്പിച്ചുവെങ്കിൽ, അവനെ അനുസരിച്ചുവെങ്കിൽ ആ ലേഖനത്തിലെ കേഫായായി ദൈവസന്നിധി മുട്ടുമടക്കുവാൻ, ഉറങ്ങാതെ പ്രാർത്ഥിക്കുവാൻ എനിക്ക് കർത്താവ് കഴിയട്ടെ, നമുക്ക് കഴിയട്ടെ. And we see a Simon in the Gospels who was one that was sleepy when Jesus called him up to the mountain to pray with him. But in the Acts of the Apostles, we see a rather prayerful Peter who is up on the rooftop interceding for the people and for the generations. നാലാമത്തെ ശിമോനും വളരെ ഫെമിലിയർ ആണ് നമുക്ക്. And the fourth Simon is very familiar to us. ഒരു വാക്ക് കേട്ടാ ഉടനെ വാളെടുക്കും, ചെവി വെട്ടും. And at one word he was ready and angry to take a sword and to cut an ear. ചിരിയെ ഉള്ളെങ്കിലും നമ്മുടെ വായിലൊക്കെ വരുന്ന വാക്കുകൾ കേട്ടാലുണ്ടല്ലോ, ആമേ പ്രതികരണത്തിന്റെ മനോഭാവമുള്ള ശീമോനെ ഉരിഞ്ഞു കളയുവാൻ. And even though we simple things are done to us, we are ready to take a spirit of revenge. And we need to set aside that Simon who has the spirit of revenge. ലേഖനത്തിലെ കേഫ വാളെടുക്കുകയല്ല, വചനം എന്ന വാളെടുത്ത് ആമേ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കേഫായി നമുക്ക് കാണാൻ കഴിയും. And we see that in the Acts of the Apostles that Simon does not take a physical sword, but Cephas takes the sword of the word. ആമേ ഇന്ന് പകൽക്കാലം നമുക്കൊരു വിചിന്തനം ചെയ്യാം. സുവിശേഷത്തിലെ ശീമോൻ എന്നിലുണ്ടെങ്കിൽ കർത്താവേ അത് ഒഴിഞ്ഞു കളഞ്ഞ് ലേഖനത്തിലെ കേഫായായി എന്നെ ഒന്ന് തീർക്കണമേ. And let us take a challenge today, Lord, if there is the Simon of the Gospels within me, let me lay that aside and take up the Cephas that is there in the book of Acts. അത് പൊത്തുവരുത്തി ആത്മീക ജീവിതം കൊണ്ട് നടക്കുകയില്ല. And you cannot just be a nominal Christian life. ബാഹ്യ പ്രകടനങ്ങൾ കൊണ്ട് നടക്കത്തില്ല. And it will not just be the outward expression of things. ആന്തരികമായ ഒരു തകർച്ചയിലൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. But you need to go through a process of an internal crushing and a transformation. ബാഹ്യ പ്രകടനങ്ങൾ നടത്തി ഉവ്വ് എന്ന് പറഞ്ഞ് എത്ര ആരാധിച്ചാലും ഈ പകർച്ച നമുക്ക് ലഭിക്കാൻ ഇടയാകത്തില്ല. And no matter how many simple outward expressions that you do to worship, none of this transformation will take place.
ഒറ്റ കാര്യം മതി, സകലതും അറിയുന്ന കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. And all you have to say is, Lord, who knows everything, Lord, you know I love you. ആമേൻ. സകലതും അറിയുന്ന ദുഃഖത്തോടെ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, അവൻ ചെയ്തതെല്ലാം അവന്റെ ഓർമ്മയിലൂടെ വന്നു. And it was not simply that he was grieving, but he was grieving everything that he had done wrong. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. And children of God, let us surrender ourselves before the Lord today. വിധേയപ്പെടാൻ ഒരു അവസരം കർത്താവ് തരുമ്പോൾ, And as the Lord gives us a chance for change, ഒഴിഞ്ഞു മാറാതെ, let us not simply lay that aside. ഒരുപക്ഷെ 2-3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചെന്നിരിക്കും, കേട്ടെന്നിരിക്കും. And maybe 2 or 3 times the Lord will ask us. എന്നാൽ തുടർച്ചയായി അത് കേൾക്കുമ്പോൾ, But as we continue to hear that voice, തുടർച്ചയായി ദൈവവചനം ധ്യാനിച്ച് അത് മനസ്സിലാക്കുമ്പോൾ, and as we continue to meditate on the word and understand it, യഥാർത്ഥമായി സമർപ്പിക്കാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ, and if we are willing to surrender ourselves before that, ഇരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ പകർച്ച നിന്നിലേക്ക് അയക്കും. then the Lord's outpouring will come upon us. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്കൊരു സമർപ്പണത്തിലേക്ക് വരാം ദൈവമക്കളെ. This ഹല്ലേലൂയ. afternoon, let us come to an attitude of surrender. ഞാനിത് പ്രസംഗിക്കുമ്പോൾ എന്നെ കൂടെ ഉൾപ്പെടുത്തിയാ ഞാനിത് And പ്രസംഗിക്കും. when I preach, I am including myself. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ നീ സകലതും അറിയുന്നുണ്ട്. And let us tell the Lord, Lord, you know everything. നമുക്കത് കാഷ്വൽ ആയിട്ട് പറയാൻ കഴിയും, പക്ഷെ ദുഃഖത്തോടും തകർച്ചയോടും പറയണമെങ്കിൽ ഏതെങ്കിലും ഒക്കെ നിന്ന് ഹൃദയത്തിനകത്ത് ഓർത്ത് പറയുന്നതാ അവയെ സ്വന്തമല്ല ശീമോൻ അവിടെ കാണാനായിട്ട് കഴിയുന്നത്. And we can simply say it, but if you say it with grief and brokenness, just like Simon said it there. എന്റെ രഹസ്യമായ പരസ്യമായ ഇടപാടുകളിൽ, സംസാരത്തിൽ, പ്രവൃത്തിയിൽ, അവയെ സ്തോത്രത്തിന്റെ സഹോദരനോടുള്ള ഇടപാടുകളിലൊക്കെയും കർത്താവേ ഞാൻ യഥാർത്ഥമായിട്ട് അറിയുന്നുണ്ട്. അവയെ സ്തോത്രം നീ അത് അറിയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശീമോന്റെ ചില ആദ്യ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് നീ അറിയുന്നു എന്ന് വ്യക്തമായി ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാകട്ടെ. And let us be and come to the awareness that in our words, in our thoughts, in our deeds, in our actions to our brothers and to those that are outside of us, we have acted like Simon. യാക്കോബിന്റെ പേരറിയാൻ കഴിഞ്ഞിട്ടല്ല അവന്റെ വായിൽ നിന്ന് അധരത്തിൽ നിന്ന് പുറപ്പെട്ടത് സമർപ്പിച്ചെങ്കിൽ മാത്രമേ അവയെ വാഗ്ദത്തം പൂർത്തീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. And it was that not only that he needed to know Jacob's name, but that it had to come out of Jacob's mouth for that promise to be fulfilled. എനിക്ക് തരുന്ന നന്മയും എന്റെ ശൂന്യത നിറച്ചതായ പടകും എനിക്ക് തരുന്ന സമൃദ്ധിയൊക്കെ കർത്താവേ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ജെളിഞ്ഞ് നടക്കുവാനല്ല, മറിച്ച് അവൻ നഗ്നനായിരിക്കുന്നു എന്നുള്ള ബോധ്യം അവൻ ഞങ്ങൾക്ക് തന്നു. കർത്താവേ നിന്റെ മുമ്പിൽ നിൽപ്പാൻ അവൻ യോഗ്യതയില്ലെന്നുള്ള പൂർണ്ണമായ സമർപ്പണത്തോടെ അവൻ ദൈവസ്ഥനായിരിക്കുന്നുവെങ്കിൽ, And if you come into the presence of the Lord and to understand that your empty boat was filled and that yet you are still naked and you are still lacking, and come to the presence of the Lord with humility. അവൻ ആ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മളെ നിറയ്ക്കുവാൻ കർത്താവ് ശക്തനാണ്. And the Lord is able to fill us with the power of the Spirit. ദൈവമക്കളെ സ്തോത്രം. ദൈവസഭയെ ഈ ദേശത്തിന്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. And Church of God, the blessing of this nation, the keys are in our hands. ഹല്ലേലൂയ. നമ്മളിൽ ഒരു നിയോഗം എന്റെ കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ നിയോഗം പ്രാപിച്ചെടുക്കുവാൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കേഫയായി മാറുവാൻ അവൻ നമ്മളുള്ള ശീമോനെ ഒഴിഞ്ഞു കളഞ്ഞ് ഈ ദിവസങ്ങളിൽ സമർപ്പണത്തോടെ ദൈവസ്ഥനായിരിക്കുന്നുവെങ്കിൽ അവൻ ദേശത്ത് കർത്താവ് ചിലത് ചെയ്തെടുക്കുവാൻ അവൻ സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. And children of God, the Spirit is prompting me today and is prompting us through this message today to be able to surrender ourselves into the power of the Spirit. ആമേൻ. സ്തോത്രം. കേട്ടവനെ ധ്യാനിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആരെയും നിർബന്ധിക്കുന്നില്ല. I'm not forcing anyone. ഇന്ന് പകൽക്കാലം നമ്മളിലുള്ള ശീമോന്റെ സ്തോത്ര സുവിശേഷത്തിലെ ശീമോന്റെ സ്വഭാവത്തെ ഒരിഞ്ഞു കളയുവാൻ, And in order to shed that Simon that is within us, നാം അറിഞ്ഞോ അറിയാതെയോ വ്യാപരിച്ചിരിക്കുന്ന ഈ സ്തോത്ര സ്വഭാവത്തെ മാറ്റിക്കളയുവാൻ, and to be able to remove this characteristic that we know or do not know we have. കർത്താവേ ഞങ്ങളൊരു സമർപ്പണത്തോടെ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. Lord, we come before you with a surrendered heart. ഞങ്ങളെ അറിയുന്ന ദൈവമേ സ്തോത്രം. ഞങ്ങൾ തകർച്ചയിലൂടെ വേദനയിലൂടെ നിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. And Lord, we come with a humility and a brokenness in your presence. ഒരാത്മാവിന്റെ പകർച്ച ഞങ്ങളുടെ മേൽ പകരണമേ. And Lord, outpour your Spirit upon us.
ആ ശക്തിയിൽ ഞങ്ങൾ ഇന്ന് പോകട്ടെ കർത്താവേ. And Lord, let us go in the strength of your ആ Spirit. അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ ചില നുകക്കയറുകൾ അഴിച്ചു മാറുവാൻ ഇടയാകട്ടെ കർത്താവേ. And Lord, let the bonds be broken through the anointing of the Spirit. ചില രോഗബന്ധനങ്ങളെ അഴിച്ചു മാറ്റുവാൻ, കുടുംബത്തെ ചില ഭവനങ്ങളെ കെട്ടിയിരിക്കുന്ന അന്ധകാര ശക്തികളെ അഴിച്ചു മാറ്റുവാൻ ഈ ശക്തിയാണെന്ന് പകൽക്കാലം ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ഞങ്ങൾ കർത്താവെ കാണുന്നവർ, സംസാരിക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുവാൻ, അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ, യേശുവിനെ അറിയത്തക്ക നിലയിൽ അവയെ കർത്താവ് ഞങ്ങളിൽ ക്രിയ ചെയ്യുന്ന ഒരു പകർച്ച ഇന്ന് പകൽക്കാലം ഞങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Fulfill in us a deep inward experience where we speak to those and their bonds are broken. അതിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.